നമ്മുടെ സജന താത്ത BMW കാർ വാങ്ങിയ കഥ നിങ്ങൾക്ക് അറിയോ? ചതിയുടെയും ക്രൂരതയുടെയും ഒരു കഥയാണത്. കഴിഞ്ഞ ദിവസം എന്തോ ഒരു അവാർഡ് ഫംഗ്ഷന് ഈ BMW കാറിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ടാണ് സജന വന്നത്. അത് കണ്ടപ്പോൾ രണ്ട് വർത്താനം പറയണമെന്ന് തോന്നി. പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു പാവം യൂസ്ഡ് കാർ ഡീലറെ മുഴുവൻ പണം കൊടുക്കാതെ പറ്റിച്ചിട്ടാണ് ഇവിടെ ഈ കാറും കൊണ്ട് നടക്കുന്നത്. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി, അതാണ് എന്റെ ഒരു നയം. പണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ ചങ്ങായിന് ഇവളും ഇവളുടെ പഴയ കാമുകനായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയും കൂടി കള്ള കേസിൽ കുടുക്കി ജയിലിലിടുകയും ചെയ്തു. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തോ ഒരു അവാർഡ് പരിപാടിയിലേക്ക് ഈ BMW ഓടിച്ചിട്ടാണ് സജന വന്നതെന്ന്. വന്നു മാത്രമല്ല, കാറിൽ ഇരുന്നിട്ട് ഫുൾ ഷോ. അതിലൊരു വീഡിയോ വൈറലായി. സജനയ്ക്ക് ഈ കാർ വിറ്റ് ചെറുപ്പക്കാരൻ ആ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കാർ വിഷയം വീണ്ടും കുത്തിപ്പോകുന്നത്. ഞാൻ റീസെന്റിലാണ് പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ സിസ്റ്ററൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നു. അപ്പം എനിക്ക് ആഗ്രഹമായിരുന്നു, അയ്യോ ഞാനെന്താ ഇത്രയും പെട്ടെന്ന് പഠിക്കാത്തതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടൊക്കെ ഓടിക്കുന്നു. അതെ അതെ അതെ, ആളെ പറ്റിച്ച് വാങ്ങിയ വണ്ടിയല്ലേ, അപ്പൊ നല്ല സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടാവും. BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിൽ ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാഷാ അല്ലാ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ചേച്ചിക്ക് അടുത്തത് ഒരു സെഡാൻ എടുക്കണം പോലും. ആദ്യം ഇപ്പൊ ഞെളിഞ്ഞിരിക്കുന്ന ആ വണ്ടിയുടെ മുഴുവൻ പൈസയെങ്കിലും കൊടുത്തു തീർക്ക് വേണ്ടേ, എന്നിട്ട് പോരെ സെഡാനൊക്കെ. ഒരു കൈ കൊണ്ട് തല്ലിയിട്ട് മറു കൈ കൊണ്ട് തലോടി കരുണ കാണിക്കുന്നു. ചേട്ടനെ എനിക്ക് മനസ്സിലാകുന്നേയില്ല. വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിന് ഫുൾ ക്യാഷ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടുമില്ല. ആർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും വാഹനം അവരുടെ പേരിലല്ല എന്ന്. ആ വാഹനം സന്തോഷത്തോടു കൂടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബാക്കിയുള്ള ക്യാഷ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. എന്റെ ശാപമുള്ള വാഹനമാണത്. എനിക്ക് ക്യാഷ് തരാതെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണത്. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണത്. അതിന് മുഴുവനും പണം തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ പോരെ. ഓക്കെ, അൻവർ എന്ന് പറയുന്ന ആളാണ് ഈ കമന്റ് ഇട്ടിട്ടുള്ളത്. ഇയാളാണ് 8 മാസം മുമ്പ് ഈ കാർ സജനക്ക് വിറ്റത്. ഇയാളുടെ ജീവിതത്തിൽ ഏറ്റവും മോശം തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കാരണം സജനയും പൂക്കുട്ടിയും കൂടി ഈ അൻവറിനോട് ചില്ലറ ദ്രോഹവും ഒന്നുമല്ല ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ. ഈ കാർ കച്ചവടക്കാരന്റെ കള്ള കേസിൽ കുടുങ്ങിയതിനു ശേഷമാണ് സജനയുടെയും പൂക്കുട്ടിയുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ ഇവര് തമ്മിലുള്ള അവിഹിത ബന്ധം അടക്കം ലോകം മുഴുവനും അറിഞ്ഞു. രണ്ടുപേരും ആകെ 4 പണ്ടാറടങ്ങിയില്ലേ. നിരപരാധിയായിട്ടുള്ള ഒരാളുടെ ജീവിതം വെച്ച് കളിച്ചതിന് ഒട്ടും വൈകാതെ തന്നെ രണ്ടെണ്ണത്തിന് നല്ല പണി. ഇവളാണല്ലോ എന്റെ കർത്താവ് ഈശോമിശിഹായെ ഞാൻ താലോലിച്ച് ഓമനിച്ച് ഉമ്മ കൊടുത്ത് ഇവിടം വരെ സേഫ് ആയിട്ട് കൊണ്ടുവന്നാക്കിയത്. പക്ഷെ കൂടെ നിന്ന് പലരും ഒരു പോയിന്റിൽ കൈവിട്ടിരുന്നല്ലോ. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് ചിലപ്പോൾ അവരെ അകത്തിയതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു. അങ്ങനെ അതും ദൈവത്തിന്റെ തലയിലായി. ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവോ?